ഇപ്പോൾ ഫാദർ ഈസ് സച്ച് എ ഫേമസ് യൂറോളജിസ്റ്റ്. Correct. മോൻ അതിലേക്ക് വരുമ്പോൾ ജനറലി എല്ലാവരുടെയും അഭിപ്രായം മോന് ഈസിയാണ്, അപ്പനുണ്ടല്ലോ. വിൽ ഹി ഡു ആസ് ഗുഡ് ആസ് ഹിം? നമ്മുടെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട്. വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും ഒക്കെ ദർ ബി പീപ്പിൾ സീയിങ് ക്യാൻ ഹി ബി, ക്യാൻ ഹി പെർഫോം, ക്യാൻ ഹി ഡു. ദാറ്റ് ഈസ് ദ പ്രഷർ ദാറ്റ് കം. അപ്പൊ അത് നമ്മളത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത് അറിഞ്ഞൂടാ. അത് എവിടെയായാലും എങ്ങനെയായാലും ആ ഒരു കാര്യമാണ്. ഇപ്പോൾ സാറിന് ഓർമ്മയുണ്ടോ ദ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് യു എവർ ഡിഡ് ഓൺ യുവർ ഓൺ? ആൻഡ് അന്ന് ആ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു, ദ ഫസ്റ്റ് യൂറിൻ വന്നു. ദാറ്റ് നൈറ്റ് ഹൗ ഡിഡ് യു സ്പെൻഡ് ഇറ്റ്? അത് ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഐ ഹാവ് നോട്ട് ടോൾഡ് എനിവൺ. You can share it on MedVentures. Hello and welcome to MedVentures. Today is a very special episode on MedVentures where we are going to talk about kidney transplant surgery. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് and a renal transplant surgeon, Dr. Datsun George from Lakeshore Hospital. Sir, welcome to MedVentures. So, renal transplant surgery is a very challenging and very unique field. പക്ഷേ ഇപ്പോൾ ഒരു റീനൽ ട്രാൻസ്പ്ലാന്റിലേക്ക് വരുന്ന മുമ്പ് സർ ബേസിക്കലി ഒരു യൂറോളജിസ്റ്റ് ആണ് ഫസ്റ്റ്. ഹൗ ഡിഡ് യു സാറുടെ ഒരു ജേർണി ടു ബിക്കം എ യൂറോളജിസ്റ്റ്? എങ്ങനെയാണ് അത് തുടങ്ങിയത്? ആക്ച്വലി ഇനീഷ്യലി ആദ്യം നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഐ ഓൾവേസ് വോണ്ടഡ് മെഡിക്കൽ ഫീൽഡ് എടുക്കണം എന്നുള്ളത് പണ്ട് മുതലേ നമുക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഫാദറും ഇസ് ഇൻ ദ സെയിം ഫീൽഡ്, മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ ഫാദറിനെ കണ്ടാണ് ഞാൻ ഈ ലൈഫ് മുഴുവൻ ഇങ്ങ് പോന്നേക്കുന്നത്. ദ വേ ഹി വർക്ക്സ്, അപ്പോൾ ഹാർഡ് വർക്കിംഗ് ആൻഡ് വീട്ടിൽ വളരെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. പക്ഷെ ആ കിട്ടണ സമയം നമ്മൾ കുറച്ച് നേരം കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾ വർക്ക്. പക്ഷെ അത്രയും ഹാർഡ് വർക്കിങ്ങും പിന്നെ പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, അത് പല ആൾക്കാരും ഞാൻ കൊച്ചിലേ ഇരിക്കുമ്പോഴൊക്കെ വീട്ടിൽ വന്നു ഇവിടെ വന്ന് ഡോക്ടറെ യു സേവ് മൈ ലൈഫ്, ഡോക്ടർ പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ സർജറി ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാലും അന്ന് ആ സമയത്തൊന്നും എനിക്ക് യൂറോളജിയോ മറ്റേ ഇതൊന്നും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പം മെഡിസിൻ എടുക്കണം എന്നൊരാഗ്രഹം വന്നു. അപ്പോൾ അങ്ങനെ MBBS-ലേക്കൊക്കെ ജോയിൻ ചെയ്തു. MBBS ഇപ്പം എല്ലാവർക്കും അറിയാം, MBBS ചെയ്യുമ്പോഴും നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എങ്ങനെയെങ്കിലും MBBS കഴിഞ്ഞു. MBBS കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ കുറച്ച് നാള് അപ്പോൾ ഈ പിന്നെ ഒരു ഡൈലമ വരും, നമ്മൾ സർജറി വേണോ മെഡിസിൻ വേണോ, അതാണല്ലോ എല്ലാവർക്കും ഉള്ള ഒരു വരുന്ന ഇത്. അപ്പം എൻ്റെ ഫാദറും യൂറോളജിസ്റ്റ് സർജൻ ആണ്, ട്രാൻസ്പ്ലാന്റ് സർജൻ. അപ്പൊ ഇതുപോലെ തന്നെ പോകുമ്പോൾ ഞാൻ പലതും കേട്ടിട്ടുണ്ട്, തിയേറ്ററിലൊന്നും പോയിട്ടില്ല. പക്ഷെ MBBS ചെയ്യുന്ന ടൈമിൽ ഈ അനാറ്റമി അല്ലെങ്കിൽ നമ്മുടെ കഡാവർ ഇതിനകത്ത് സർജിക്കൽ ഇതായിട്ടുള്ള വരുന്ന ചെറിയ ചെറിയ അംശങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക, നമുക്ക് ചില ആൾക്കാർക്ക് നമുക്ക് വായിക്കുക, കുറെ കാര്യങ്ങൾ ഇത് ചെയ്യുക, അതിലേക്കുള്ള ഇൻട്രസ്റ്റുകളുണ്ടാവും. എനിക്ക് പ്രൊസീജിയർ ചെയ്യാനും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും MBBS-ൽ വളരെ കുറച്ച് അറ്റംപ്റ്റേ നമുക്ക് കിട്ടുള്ളൂ, കാര്യമായിട്ടില്ല എന്ന് തന്നെ പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും MBBS കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൈലമ, വീണ്ടും മെഡിസിൻ ആണോ സർജറി ആണോ? പല ആൾക്കാരും റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവരും എന്നോട് പറഞ്ഞു സർജറി എടുത്താൽ ബുദ്ധിമുട്ടായിരിക്കും, ഇറ്റ് ഇസ് എ വെരി സ്ട്രെസ്ഫുൾ ഇതാണ്. ശരിയാണ്, സ്ട്രെസ് ഉണ്ട്, ഇല്ലാതെ ഒരിക്കലും പറയില്ല. കമ്പയർഡ് ടു മെഡിക്കൽ ഫീൽഡ്, ഡോക്ടർ വിവേകിനും അറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഐ തോട്ട് ഇനീഷ്യലി ആകെ ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് അപ്പൊ ഐ തോട്ട് എല്ലാവരുടെയും ഇതനുസരിച്ച് ഞാൻ വിചാരിച്ചു മെഡിസിൻ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള ഒരു കാര്യമൊക്കെ വെച്ചിട്ട് കുറച്ച് നാള് ഞാൻ മെഡിസിന് വേണ്ടി വെല്ലൂർ CMC വെല്ലൂരിലൊന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ സംഭവം ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ജനറൽ മെഡിസിനിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഒരു ദിവസം 300-400 പേഷ്യൻസ് OP. അപ്പൊ മോർണിംഗ് 8 മണി തൊട്ട് 7:30 തൊട്ട് നൈറ്റ്
6:30-7 മണി വരെ മൂന്നാർ. അപ്പൊ ഞാനൊരു 150-160 പേഷ്യൻ ജസ്റ്റ് MBBS കഴിഞ്ഞിട്ടുള്ളെങ്കിൽ ഇതാണ്, ആ ലോഡ് തീരൂല. രാത്രി ഒരു 60-65 അഡ്മിഷൻസ്, ഇത് ജനറൽ മെഡിസിന്റെ കാര്യം. അപ്പൊ ഈ പ്രസന്റേഷൻസും ബാക്കിയെല്ലാം പോയിക്കൊണ്ടിരുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ലംബാർ പങ്ക്ചർ, അതാണ് ആകെ മെഡിസിനകത്ത് നമുക്ക് ഇച്ചിരി ചെയ്യാനായിട്ട് കിട്ടുന്നത്, ഹാൻഡ്സ് ഓൺ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ സംഭവം എനിക്ക് ലംബാർ പങ്ക്ചർ എനിക്ക് വളരെ ഈസി ആയിട്ട് ഐ എം ഏബിൾ ടു ഡു ഇറ്റ്. അപ്പൊ വന്ന് അപ്പൊ അവിടുത്തെ PGസും ഒക്കെ ഒരു 6-7 മാസം ഞാൻ ഉണ്ടായിരുന്നു. ദേ സ്റ്റാർട്ടഡ് ടെല്ലിങ് മീ ഡാറ്റ്സൺ യു ഡു ദാറ്റ്, അത് ചെയ്യും ലംബാർ പങ്ക്ചർ. അപ്പൊ ഐ കെപ്റ്റ് ഡൂയിങ്. അപ്പൊ ഈച്ച് ടൈം ഐ ഡു എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ വന്നോണ്ടേ, വേറെ ഒന്നും, നത്തിങ് ഇസ് ഇത്. അപ്പൊ ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ റിയലൈസ്ഡ് എനിക്ക് മെഡിസിൻ മാത്രം ഐ വോണ്ട് ടു ഡു. ആൻഡ് പിന്നെ ഐ ഡ്രോ. അപ്പൊ നമുക്ക് ആ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ. അപ്പൊ അങ്ങനെയാണ് ദെൻ ഐ വോണ്ടഡ് ടു ഡു സർജറി. അപ്പൊ ദെൻ ഐ തോട്ട് ഐ തിങ്ക് ഐ മൈറ്റ് ഹാവ് സംതിങ്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവാം എന്നൊരു ഇതിൽ സർജറി കയറിയിട്ടും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ജനറൽ സർജറി കയറിയിട്ടും വിൽ ഐ ബി ഏബിൾ ടു സക്സീഡ്, വിൽ ഐ ഏബിൾ ടു ഡു സർജറീസ് ചെയ്യാൻ പറ്റുമോ, ഒരു സർജറി ചെയ്താൽ നന്നായിട്ട് പോവോ, ഭയങ്കര ടെൻഷൻ. പക്ഷെ അത് ഒരു 3-4 മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഫുള്ളി ഇമേഴ്സ്ഡ് അതിനകത്ത് കംപ്ലീറ്റ്. അപ്പൊ ഒരു സാധാ ഞങ്ങൾ ഈ വാർഡിൽ റൗണ്ട്സും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സിങ് പല ആൾക്കാർക്കും തൊടാൻ അറപ്പായിരിക്കും. ഈ ഡയബറ്റിക് ഫുഡ്, അതിനകത്ത് ചിലപ്പോൾ വേർംസ് കാണാം, ഇൻഫെക്ഷൻ കാണാം, ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ ജനറൽ സർജറിയിൽ അതാണല്ലോ, എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഇൻവോൾവ് ആണ്. നമ്മൾ ഡ്രസ്സിങ് ചെയ്യണം, ഇത് ചെയ്യണം, കുറെ കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ഇയറിലാണെങ്കിലും അപ്പൊ മറ്റേ പേയ്മെന്റ് വാർഡ് അല്ലാത്ത നോർമൽ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ജനറൽ വാർഡ് ലൈഫ്. അപ്പൊ അവിടെയൊക്കെ ഡ്രസ്സിങ് ചെയ്യാൻ റൗണ്ട്സിന് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ബെയർ ഹാൻഡ്സ് വെച്ചാണ് ചെയ്യുക. അപ്പൊ ഐ ഫെൽറ്റ് സോ ഗുഡ്. ആ ഒരു വൂണ്ട്, ആ ഒരു ഇൻഫെക്റ്റഡ് വൂണ്ട്, ഇതൊക്കെ തുടക്കമാണ്. ആ ഒരു ഇൻഫെക്റ്റഡ് വൂണ്ട് ഒന്ന് ഡ്രസ് ചെയ്ത്, അപ്പൊ എവറി ഡേ ഞാൻ അത് ചെന്ന് പോകും. അപ്പൊ പല പേഷ്യൻസ് ഉണ്ടാവാം. അപ്പൊ നമ്മള് ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്ന, ചിലപ്പോൾ ഗ്ലൗസ് ഇല്ല, നമുക്ക് സാധനങ്ങളില്ല, വേറെ ഒന്നുമില്ല, വെറും കയ്യിലാണ് അത് ക്ലീൻ ചെയ്ത് നമ്മൾ ഇത് ചെയ്ത് തുറക്കണം. അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാനായിട്ട് ഗ്ലൗസ് ഉപയോഗിക്കും, പക്ഷെ തുറക്കാനായിട്ടൊക്കെ ചിലപ്പോ ഈ റൗണ്ട്സിനിടയിൽ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അങ്ങനെയാണല്ലോ. അപ്പൊ ഇത് ചെയ്ത് ഇത് ഇമ്പ്രൂവ് ചെയ്ത് അപ്പൊ ഒരു വൂണ്ട്, ഒരു മുറിവ് ഒന്ന് ഉണങ്ങി കിട്ടി, അത് ഉണങ്ങി വന്ന് അടയുന്നത്, ദാറ്റ് ഗേവ് മീ എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് അതൊരു ഇത്. അപ്പൊ പിന്നെ പതുക്കെ തിയേറ്റർ ആൻഡ് സർജറിക്ക്, ജനറൽ സർജറി ആകുമ്പോ ഇൻറ്റസ്റ്റൈൻസ്, മറ്റേ അപ്പൻഡിക്സ്, മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യാം. യൂറോളജി കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഇത് ചെയ്യുക. അപ്പൊ അതിലൊക്കെ ഒന്ന് സർജറിക്കൽ ഫീൽഡിലാകുമ്പോൾ ഒന്ന് ക്യാമറ, ലാപ്രോസ്കോപ്പിക്ക് ഒന്ന് ക്യാമറ പിടിക്കുക, ഒന്ന് അസിസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഗേവ് മീ എ ലോട്ട് ഓഫ്. നമ്മളപ്പോ ഒരു ചെറിയൊരു കേസ് ചെയ്യാൻ, മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ അറിയാലോ, നമുക്കൊരു കേസ് ചെറുതായിട്ടൊന്ന് ചെയ്യാന്ന് പറഞ്ഞാലും വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ അതിന്റെ പുറകെ നമ്മൾ തന്നെ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ആ പേഷ്യന്റിന്റെ വർക്കപ്പ് ചെയ്യണം, ആ പേഷ്യന്റിന്റെ സാധനങ്ങൾ നമ്മൾ തന്നെ മേടിച്ചുകൊണ്ട് വരണം. നമ്മള് സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിച്ചുകൊണ്ട് വരണം. ഇഞ്ചക്ഷനും കാര്യങ്ങളും നമ്മൾ എഴുതി കൊടുത്ത്, നമ്മൾ മേടിച്ച്, നമ്മളെ കൊണ്ട് റെഡിയാക്കി, നമ്മളെ തിയേറ്ററിൽ കയറുക. അങ്ങനെയാണ് റെസിഡന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ലൈക്ക്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മെയിൻ സർജറി ഒക്കെ എല്ലാവരും ചെയ്യും. നമ്മൾ ആ ഒന്ന് അടയ്ക്കുക, ആ തുറന്ന വൂണ്ട് ഒന്ന് ക്ലോസ് ചെയ്യുക, അത് ഭംഗിയായിട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ ആ ഒരു ചെറിയ, ഇറ്റ്സ് വെരി വെരി മൈനർ തിങ്. അങ്ങനെ വലിയ സർജനോ അങ്ങനെയൊന്നുമില്ല. ആ 2-3 സ്റ്റിച്ച് ഇടുക, ആ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക, ആ വൂണ്ട് പ്രശ്നമില്ലാതെ ഇരിക്കുക. ഇതൊക്കെയാണ് ദാറ്റ് ഗേവ് മീ ലോട്ട് ഓഫ് സെറ്റ്. അപ്പൊ ഇതിൽ നിന്ന് പതുക്കെ സർജറി ഐ ലവ്ഡ് എ ലോട്ട്. വല്ലാതെ എനിക്കത് ഇഷ്ടമായി. അപ്പൊ എന്ന് വെച്ചാൽ ഒരു കേസ് സർജറി വന്നാൽ നമ്മൾ ഐ ഫോർഗെറ്റ് എവരിതിങ്, ബാക്കിയെല്ലാം മറക്കുക. അത് നമ്മള് വെളുപ്പിനെ ആയാലും നൈറ്റ് ആയാലും, ഇറ്റ്സ് 1 AM 2 AM 3 AM, ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേറെ എന്ത് സാധനം, ഒരു കോള് വന്നാൽ ദാറ്റ് ഇസ് ദെയർ, ബിക്കോസ് ദാറ്റ് ഗിവ്സ് യു സോ മച്ച് ഓഫ് പ്ലഷർ. ടെൻഷൻ ഇല്ല എന്നല്ല, ടെൻഷൻ അതിന്റെ കൂടെയുണ്ട്. അപ്പൊ അങ്ങനെ ജനറൽ സർജറി കെയിം വെൽ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെയും ജനറൽ സർജറി കഴിയുമ്പോഴും അടുത്ത ഇതാണ്, കുറെ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൽ എല്ലാവർക്കും ഗാസ്ട്രോ
സർജറിയാണ് ഫസ്റ്റ് മനസ്സിൽ വരുന്നത്. ചില ആൾക്കാർക്ക് മാത്രമേ സ്പെസിഫിക് ആയിട്ട് വരുള്ളൂ. അപ്പൊ ഏതിലും പോകണം എന്നൊരു. അപ്പൊ എൻ്റെ ഫാദറും യൂറോളജിസ്റ്റ് ആണ്. അപ്പോഴും ഇതിങ്ങനെ സർജറി കഴിഞ്ഞു. ബട്ട് അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ഫാദറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു ഹോസ്പിറ്റലിൽ ഇൻ യൂറോളജി. അപ്പൊ യൂറോളജിയിൽ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ആസ് എ സിംഗിൾ സർജൻ യു ക്യാൻ ഡു ഓൾ ദ പ്രൊസീജിയേഴ്സ് ഇൻ യൂറോളജി. എല്ലാം നമുക്ക് അതിനകത്ത് ചെയ്യാം. പിന്നെ അതിൽ ആദ്യമൊക്കെയാണ് ഓപ്പൺ സർജറി ഉള്ളൂ. അപ്പൊ ഞാനത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാം ലാപ്രോസ്കോപ്പിയും ഇത് ഫാദർ വളരെ ഇതായിട്ട് ചെയ്യുക, സ്റ്റോൺ പൊടിക്കുക, പ്രോസ്റ്റേറ്റ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഒരാളായിട്ട് ഈ കാര്യം മുഴുവൻ ചെയ്യാം. വി ഡോണ്ട് ആക്ച്വലി ഒരു നല്ല ടീം, ഒരു സ്റ്റാഫ് ആൻഡ് ടീം ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി. ബാക്കി ഇപ്പൊ കാർഡിയോ തൊറാസിക് സർജറി, ന്യൂറോ സർജറി അതൊക്കെ വന്നാൽ യു നീഡ് എ ഹ്യൂജ് ടീം. ഇതിൽ അതുമില്ല. ആൻഡ് കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി, എനിക്ക് എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ, ഇപ്പൊ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും മിക്കാലും നമ്മൾ മൂത്രക്കൊള്ളാകത്തോടെ ചെയ്യുക, മിനിമലി ഇൻവേസീവ് ആയിട്ട് ചെയ്യുക. സ്റ്റോണിനാണെങ്കിലും കീ ഹോൾ ചെറിയ പ്രൊസീജിയർ ചെയ്യുക. മറ്റത് കുറെയൊക്കെ പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ മൂത്രക്കൊള്ളിനകത്തോട്, സ്റ്റോണിന്റെയും കുറെ മൂത്രക്കൊള്ളിനകത്തോട്, ബ്ലാഡറിലുള്ള പ്രോബ്ലം, പ്രോസ്റ്റേറ്റ്, കിഡ്നി ലാപ്രോസ്കോപ്പി. അപ്പൊ ഈ എൻഡോസ്കോപ്പിക് ഇതും അത് വളരെ എന്നെ ഇൻട്രസ്റ്റഡ് ബി എ ലോട്ട്. അപ്പൊ എമർജൻസി കഴിഞ്ഞിട്ട് അപ്പൊ ഐ യൂസ് ടു, ഞാൻ അപ്പൊ യൂറോളജിസ്റ്റുകളൊക്കെ തുടങ്ങുന്ന കാര്യം, ഞാൻ ഐ സ്റ്റാർട്ടഡ് ബ്രേക്കിംഗ് സ്റ്റോൺസ് ബിഫോർ ജോയിനിങ് യൂറോളജി. ലേസർ വെച്ചും പണ്ടൊക്കെ ഈ സ്റ്റോൺ അടിച്ചു പൊട്ടിക്കുന്ന പരിപാടിയോ, ലിത്തോ ക്ലാസ് എന്ന് പറഞ്ഞിങ്ങനെ പറക്കൽ പൊട്ടിക്കുന്ന പോലെ ഒരു സാധനം അടിച്ചു. അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ അതൊക്കെ ചെയ്ത് നമ്മൾ ഇപ്പോഴും ഉണ്ടാ സാധനം, ഇപ്പോഴും ഉണ്ട്, ഇറ്റ് ഇസ് ദെയർ. ബട്ട് സ്റ്റിൽ പണ്ട് നമ്മൾ ചെന്ന് അകത്ത് കണ്ട് പൊട്ടിക്കുക. അപ്പൊ കൽപ്പണിക്കാരെന്നാണ് പണ്ട് യൂറോളജിസ്റ്റിന് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അത് ചെയ്ത് ദെൻ ഫൈനലി പിന്നെയാണ് ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് യൂറോളജിയിലേക്ക് കയറിയത്. അപ്പോൾ ഈ ഐ wanted to ask 2 questions. ഒന്ന്, was there any time any pressure from your father that Mone, please join urology or don't join urology? This is my first question. Second, ഇപ്പോൾ സാർ ഇപ്പോൾ ഈ സിനിമ ഫീൽഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ there is a term called nepotism എന്ന് പറഞ്ഞൊരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് അത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോൾ ഫാദർ ഈസ് സച്ച് എ ഫേമസ് യൂറോളജിസ്റ്റ്. മോൻ അതിലേക്ക് വരുമ്പോ ജനറലി എല്ലാവരുടെയും അഭിപ്രായം മോന് ഈസിയാണ്, അപ്പനുണ്ടല്ലോ. കറക്റ്റ്. അപ്പോ is it actually easy or do you need to prove yourself? Definitely. So wonderful question. അത് വളരെ വളരെ ജെന്യൂൻ ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ്. ഫസ്റ്റ് തിങ്, ഫാദറിന്റെ സൈഡിൽ നിന്ന് ഇതിലൊരു പ്രഷർ ഇല്ല. ആകെ എന്നോട് ചോദിച്ച MBBS കഴിഞ്ഞപ്പോ മെഡിസിൻ ആണോ സർജറി ആണോ എന്നുള്ള ആ ടൈമിൽ ഒരു പ്രാവശ്യം സർജറി ഈസ് എ ഗുഡ് ഫീൽ ഇത്രോ പറഞ്ഞിട്ടുള്ളൂ. ഹി നെവർ സെഡ് യൂറോളജി ആണോ മറ്റാണോ ഒന്നും പറഞ്ഞു, ഒറ്റ പ്രാവശ്യം. ദെൻ ഇറ്റ് ഇസ് യുവർ. എന്നിട്ടാണ് ഞാൻ വെല്ലൂർ പോയപ്പോഴാണ് മനസ്സിലായത് ഐ ലൈക്ക് സർജറി. അത് എനിക്ക് തന്നെ ബോധ്യം വന്നിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു പ്രഷർ ഒരിക്കലും ഇല്ല. ആൻഡ് രണ്ടാമത്തെ കാര്യം, നമ്മള് വെരി ബിഗ് സർജന്റെ മോനായാലും മോളായാലും ഇൻ ദിസ് ഫീൽഡ് നമ്മുടെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തില്ലെങ്കിൽ യു ആർ നോ വേ. അതോ അപ്പൊ മകനായോണ്ട് പല സൈഡിൽ നിന്നും പല ആൾക്കാരിൽ നിന്നും ഇത് കേട്ടിട്ടുണ്ട്, ഫാദർ ഉണ്ടല്ലോ. പക്ഷെ ഫാദർ ഉണ്ടായിട്ട് ആ സർജറി ചെയ്യുന്നത് ഞാനായിരിക്കും ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്തി ചെയ്ത് തീർത്ത് ഇറക്കി വിടേണ്ട കാര്യം നമ്മുടെ സൈഡിൽ. അപ്പൊ ഡാഡ് ഇസ് ദെയർ. അതൊരു ഡെഫിനറ്റ്ലി വെരി മേജർ സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ ഒരു കേസ് ചെയ്യുമ്പോൾ നമ്മൾ അത് വളരെ ഇതായിട്ട് തീർത്ത് വിടുക എന്നുള്ളത്, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ പെർഫെക്റ്റ്. രണ്ടാമത്തെ കാര്യം, പ്രഷർ വരുന്നത് ഇത്രയും വലിയൊരു അച്ഛന്റെ മോനാവുമ്പോൾ അപ്പൊ ചുറ്റും ഉള്ള എല്ലാരും ഇവൻ അത്രയും തന്നെ ചെയ്യൂ, വിൽ ഹി ഡു ആസ് ഗുഡ് ആസ് ഹിം. അപ്പൊ there have been ഇത് അപ്പൊ നമ്മളൊരു ഇനീഷ്യലി ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും ഒക്കെ there will be people seeing can he perform, can he do, that is the pressure that comes. അപ്പൊ അത്
നമ്മളത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത് അറിഞ്ഞൂടാ. അത് എവിടെയായാലും എങ്ങനെയായാലും ആ ഒരു കാര്യമാണ്. ഇങ്ങനെ സെയിം ഫീൽഡിൽ വരുമ്പോൾ ഉള്ളൊരു ഒരു കമ്പാരിസൺ. അപ്പൊ ഞാൻ ആ സമയത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, പല ആൾക്കാരോട് ചോദിച്ചും പറയുന്നത്, ഇത് ദാറ്റ് ഇസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. ഞാൻ ഐ വിൽ ഡു അക്കോർഡിംഗ് ടു മൈ കേപ്പബിലിറ്റി. അപ്പൊ അതില് സക്സീഡ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഇസ് വെരി. അപ്പൊ അതില് നമ്മള് ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ആയാലും ബാക്കി സർജറീസ്, സ്റ്റോണിൽ ഐ ഡു ക്വൈറ്റ് ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പൊ സ്റ്റോണിൽ ഈ മിനിമലി ഇൻവേസീവ് കിഡ്നിയിലുള്ള ചെയ്യുന്ന കാര്യം ഐ സ്റ്റാർട്ടഡ് ഇൻ കേരള. അപ്പൊ അത് ഈ കീ ഹോൾ ഒഴിവാക്കിയിട്ട് നമ്മൾ, അപ്പൊ അത് ഐ വാസ് ഇൻട്രസ്റ്റഡ്, എനിക്കത് ചെയ്യണം. അത് വേറെ ആരും ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ടാവും. ഒരു 4000-5000 കേസസ് ആയി, വി ക്രോസ് 5000 കേസ്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് പെർഫോം ചെയ്ത് കാണിച്ച് അതിന്റെ റിസൾട്ട് കൊടുത്താലേ അത് വി ഗെറ്റ് റിലീഫ്. അപ്പൊ മെയിൻ തിങ് ഈ കമ്പാരിസൺ പുറത്താണ്. ഇത് വരുമ്പോഴാണ് നമുക്കത് വല്ലാത്തൊരു ആ ചോദ്യം. ഇതാണ് അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പന്റെ മോനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് അറിയാലോ, മെഡിക്കൽ കോളേജിലും ബാക്കിയെല്ലാം പഠിക്കുമ്പോഴും നമുക്ക് ചാൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് കിട്ടുന്ന വളരെ വളരെ മിനിമൽ കാര്യമാണ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഫാദർ ഉണ്ടല്ലോ ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് കഴിഞ്ഞ് ഞാനാണ് ചെയ്യേണ്ടത്. ഐ ഹാവ് ടു ഡു ഇറ്റ്. യു ഹാവ് ടു 100% പ്രൂവ് യുവർസെൽഫ്. അപ്പൊ നമുക്ക് ആ കേപ്പബിലിറ്റി, ആ ഒരു കഴിവില്ലെങ്കിൽ വി ക്യാൻ നെവർ കം. അത് അതിൻ്റെ അകത്ത് 100% ഷുവറാണ്. അതിന് നമ്മൾ ചത്ത് കിടന്ന് പണിയെടുത്താൽ മാത്രമേ അതിലേക്ക് എത്തൂ. അതിൽ നമ്മൾ മാറിയിരുന്നിട്ട് മോളിൽ നിന്ന് ആരും വിൽ നോട്ട് ഗീവ് ദാറ്റ്, ബിക്കോസ് ആൻഡ് യു ഷുഡ് ഹാവ് ദാറ്റ് തിങ്. അപ്പൊ എനിക്ക് ഒരു ഐ ഫീൽഡ് പല ആൾക്കാർ പറഞ്ഞതും എനിക്കൊരു കാര്യം, ബൈ ഗോഡ്സ് ഗ്രേസ്, ഫാദറിന്റെ ഒരു കുറച്ച് കഴിവ്, കുറച്ചെന്ന് ഞാൻ പറഞ്ഞു, മേ ബി ഒരു 10% എന്നാ പറയുന്നു, അതിൽ കൂടെ ഇല്ല, 10% കഴിവ് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഐ എം ഏബിൾ ടു ഹീൽ ആൻഡ് ഡു സർജറി ആൻഡ് ഹീൽ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പൊ അത് നാച്ചുറലി എൻ്റെ കയ്യിൽ കുറച്ച് കാര്യം സർജറിക്ക് വരുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി കെയിം ഫ്രം മൈ ഫാദർ ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പൊ ഇത് വെച്ചിട്ട് മുന്നോട്ട് പോകും. No, I think that's a very valid point, because proving yourself in this field is really a big task. However big your father or your relative might be, I think it's an individual to prove, because you are going to face the patient, you are doing the procedure. Appo other success depends on you, not on your relatives. പിന്നെ ഡെഫിനറ്റ്ലി അനദർ കാര്യം, നമ്മൾ സർജറി അല്ലെങ്കിൽ ഒരു സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ചെയ്തു പോവുക എന്നല്ല, ആ പേഷ്യന്റ് നമ്മുടെ ഒ പിയിൽ വന്ന് ഇരിക്കുമ്പോൾ തൊട്ട് അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ. ഒരു പേഷ്യന്റ് ക്യാൻസർ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ട്രാൻസ്പ്ലാന്റിനായിട്ട് വരിക, ഇവരോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന് വെറുതെ എഴുതി അങ്ങ് വിടുകയല്ല, അവരോടൊരു 10 minutes അവിടെ യു നീഡ് ടു സ്പെൻഡ് ടൈം. ഇവര് വരുന്നത് എല്ലായിടത്തും പല സ്ഥലത്ത് കണ്ടതായിരിക്കാം, ഫസ്റ്റ് ടൈം വരുന്നവരായിരിക്കാം, മനസ്സിൽ ആ പേടിയുണ്ട്. ആർക്കും ഇതെന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്കറിയാം കാര്യം ഇതാണെന്നുള്ളത്. അപ്പൊ അവരവിടെ വന്നിരുന്ന് ഫാമിലി എല്ലാരും കിടന്ന് ഈ ടെൻഷൻ അടിച്ച് അവരോടൊരു 10 minutes ഇതിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വി വിൽ ടേക്ക് കെയർ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു 70% പ്രോബ്ലം അവിടെ മാറി. ദേ ഗോ ബാക്ക് വിത്ത് സച്ച് എ ഹാപ്പിനെസ് ആൻഡ് ഫുൾ ഹാർട്ട്. അത് കൊടുക്കാതെ നമ്മള് സർജറി ചെയ്ത് കളഞ്ഞ, അപ്പൊ സർജറി ചെയ്യുന്ന ഒരു ഭാഗം, എന്നാൽ ആ ഇപ്പൊ ചോദിച്ചേക്കുന്ന പേഷ്യന്റ് കൗൺസിലിംഗ്, പേഷ്യന്റും ബൈസ്റ്റാൻഡേഴ്സുമാണ് സംസാരം, സർജറി കഴിഞ്ഞിട്ടുള്ള റിക്കവറി പീരീഡിലുള്ള അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആൻഡ് ടിൽ ദേ ഗോ ഹോം. ഇതാണ് ദാറ്റ് മേക്സ് എ സർജൻ ആൻഡ് എ ഗുഡ് ഡോക്ടർ. So thank you for giving us such valuable inputs and clearing my personal doubt also, nepotism and how easy or difficult it is. Thank you. Now you have completed MS general surgery, you're a urologist. Now you're doing minimally invasive procedures. Correct. പക്ഷെ ഇപ്പോൾ ഒരു റീനൽ ട്രാൻസ്പ്ലാന്റ് is something which is extremely challenging, or at least though I am in the medical field, എനിക്ക് റീനൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കേൾക്കുമ്പോൾ തന്നെ ഗൂസ് ബംസ് ആണ്. സോ എങ്ങനെയാണ് സർ റീനൽ ട്രാൻസ്പ്ലാന്റ് ചൂസ് ചെയ്തത് ആസ് എ സ്പെഷ്യൽ? അപ്പൊ ഞാൻ MCH കഴിഞ്ഞ് ജോയിൻ അവിടെ പഠിച്ച സ്ഥലത്തും ട്രാൻസ്പ്ലാന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് വളരെ വല്ലപ്പോഴും ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ജോയിൻ വിത്ത് ലേക്ക് ഷോർ. അപ്പൊ ഫാദറിന്റെ കൂടെ ജോയിൻ ചെയ്തു. I mean, he is someone who does quite a lot of transplants.
ടീം സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ അപ്പൊ ഐ ഇൻവേരിയബിളി ഇസ് എ പാർട്ട് ഓഫ് യൂറോളജി ഓൾവേസ് ദയർ. അപ്പൊ ട്രാൻസ്പ്ലാന്റിന്റെ അകത്ത് നമ്മളും പതുക്കെ കിഡ്നി ഡോണറിന്റെ ഇതിലും റെസിപ്പിയന്റും നമ്മൾ കയറി തുടങ്ങി. അപ്പൊ ഇതെന്താ വെച്ചാൽ ഏറ്റവും അതിൻ്റെ അകത്ത് ട്രാൻസ്പ്ലാന്റ് അകത്ത് വിച്ച് ഗീവ്സ് യു ദ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് മൂവ്മെന്റ് അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ കിഡ്നി വെച്ച് കഴിഞ്ഞ് കിഡ്നി വർക്ക് ചെയ്ത് അതിൽ നിന്ന് ആ യൂറിൻ വരിക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ് ഓഫ് ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇത് ഔട്ട് ഓഫ് ഓൾ ദ പ്രൊസീജിയർ യൂറോളജിയിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സിനേക്കാളും ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഉണ്ട് എനിക്ക്. ചെയ്ത് കഴിഞ്ഞ് അപ്പൊ ആ പേഷ്യന്റ് അവിടെ വന്നത് എത്ര നാളത്തെ ഡയാലിസിസ് കഴിഞ്ഞ് എത്ര നാളത്തെ കഷ്ടപ്പാട് കഴിഞ്ഞ് പെരിട്ടോണിയൽ ഡയാലിസിസ്, മറ്റേ ഡയാലിസിസ്, ലൈൻസ്, കാർഡിയാക് പ്രോബ്ലം, ഡയബറ്റിസ്, ഇതെല്ലാം കഴിഞ്ഞ് കിഡ്നി, അബ്ഡോമിനകത്ത് ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് ഇതൊന്ന് വെച്ച് കൊടുത്ത് ഇത് വർക്ക് ചെയ്ത് ആ യൂറിൻ അങ്ങ് വന്നുവെച്ചാൽ എത്ര കാലമായിട്ടുണ്ടാവും യൂറിൻ മൂത്രം ഒഴിച്ചിട്ട് ആ പേഷ്യന്റ് ചിലപ്പോൾ ഒരു 6 മാസം 1 കൊല്ലമായിട്ടുണ്ടാവും യൂറിന് ഒരു തുള്ളി യൂറിൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. അപ്പൊ ആ കിഡ്നി വെച്ച് ഇമ്മീഡിയറ്റ് അതിൽ നിന്നൊരു യൂറിൻ ഫ്ലോ വരുന്ന ആ ടൈമിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇസ് സംതിങ്. അപ്പൊ അത് ഞാൻ കാണുന്നു, അത് കണ്ടോണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അപ്പൊ ഇത് കാണുമ്പോൾ ഉള്ള ചെയ്യാനുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് വാസ്കുലർ സർജറി, വാസ്കുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രക്തക്കുഴലുകൾ തമ്മിൽ ചേർക്കുന്ന കിഡ്നി നമ്മൾ വെക്കുമ്പോഴും രക്തക്കുഴൽ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് വളരെ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടും ചെറിയ നീഡിൽസ് വെച്ചിട്ട് അത് വെരി പ്രസിഷൻ വർക്കാണ്. അപ്പൊ സംഹൗ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതിലേക്ക് എനിക്ക് വല്ലാതെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അത് ആക്ച്വലി നമ്മളിപ്പോ ഞാനത് കമ്പയർ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു പെയിന്റിങ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യം ഡ്രോ ചെയ്യുക. വെൻ യു ഡ്രോ യു ഫൈനർ ഡീറ്റെയിൽസ് ഇല്ല, യു ഹാവ് ദറ്റ് പ്രസിഷൻ ടു ഡു ദ ഫൈനർ ഡീറ്റെയിൽസ്. ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ടു ട്രാൻസ്പ്ലാന്റ്. എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് വെറുതെ അങ്ങ് പോയി ചെയ്യാൻ പറ്റില്ല. യു നീഡ് സോ മച്ച് ഓഫ് ഫോക്കസ്. അത് ചെയ്യുമ്പോൾ അതിന്റെ ഫോക്കസ് വേണം, അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ വേണം. ആൻഡ് അത് നമ്മൾ ആ ജോയിൻ ചെയ്ത് വെക്കാൻ പല രീതിയിലും അത് ചെയ്യാം. അപ്പൊ ആ ഫോക്കസും ആ ഒരു അനസ്റ്റമോസിസ് അത് രണ്ടും കൂടെ ചെയ്യുന്നത് വളരെ എനിക്ക് ഐ ലവ് ഇറ്റ്. അപ്പൊ അങ്ങനെയാണ് അതിലേക്ക് വന്ന കാര്യം. പിന്നെ അപ്പൊ ഈ 2 കാര്യമാണ് മെയിൻ തിങ്. പിന്നെ പേഷ്യൻസിന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ദ റെസ്പോൺസ് ആൻഡ് ദ ഹാപ്പിനെസ് ദേ ഗെറ്റ്. അപ്പൊ അത് ബാക്കി സർജറിനേക്കാളും ഒക്കെ വളരെ ഒരു കാര്യമാണ്. പിന്നെ എത്ര ഡോണേഴ്സ് ആണ് അത് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഇപ്പൊ ഡോണേഴ്സിനൊക്കെ ഇപ്പൊ പുതിയ മെത്തേഡ് ഉണ്ട്, നമുക്ക് കിഡ്നി എടുക്കാനൊക്കെ ഉണ്ട്. മെയിൻലി സർജിക്കൽ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ റീസെന്റ് നമ്മൾ ചെയ്തൊരു പേഷ്യന്റ് പോസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യന്റിന് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവർ രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ഈസി അല്ല. അത് നമ്മൾ പുറത്ത് പറയുമ്പോൾ അത് ഡോക്ടർ വിവേക് പറഞ്ഞ പോലെ അത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു കഴിഞ്ഞു, ഒരു 2 മണിക്കൂറിൽ കഴിഞ്ഞു, പരിപാടി ഇറങ്ങി പോകുന്നുണ്ട്. ബട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ് ഇസ് എ വെരി ബിഗ് പ്രോസസ്. അപ്പൊ എനിക്കത് അതുകൊണ്ടും ഈ ചെയ്ത് അതിന്റെ സക്സസ് കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോൾ അത് ഐ ഫെൽറ്റ് വെരി ഗുഡ് ഇൻ ഡൂയിങ്. അപ്പൊ നമുക്ക് ആ പ്രസിഷൻ വർക്കാണ് ട്രാൻസ്പ്ലാന്റിൽ അത് വളരെ വന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രിസിഷൻ വർക്ക് ചലഞ്ചിങ് scenarios. Yes. But then a training period under. Yes. So was it that only you got trained under your father? Did you have to go somewhere else, nationally, internationally? ഈ ഒരു സ്കിൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പൊ അത് നമ്മൾ ആ വൺ ഇസ് ദാറ്റ് യു നീഡ് ദാറ്റ് ലിറ്റിൽ തിങ് ഇൻ യുവർ ഹാൻഡ്സ്. അതൊന്ന് അതിനകത്ത് വേണം. രണ്ടാമത് ഐ എം ബ്ലെസ്ഡ് ദാറ്റ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗോ എനിവേർ. പുറത്തെങ്കും പോകേണ്ടി ഞങ്ങളുടെ അടുത്താണ് പല ആൾക്കാരും വന്ന് പഠിക്കേ കം ടു സീ ആൻഡ് ഒബ്സർവ് ആൻഡ് ലേൺ. അപ്പൊ മൈ ഡാഡ് ഇസ് ഡൂയിങ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് ട്രാൻസ്പ്ലാന്റ്സ്. അപ്പൊ അത് കണ്ടും അത് ചെയ്തു. അപ്പൊ എനിക്ക് ഐ എം ഏബിൾ ടു സീ. അപ്പൊ നമ്പർ ഓഫ് പേഷ്യൻസ്, നമ്മുടെ പേഷ്യന്റ് ലോഡ് ഇസ് വെരി ഹൈ ഈ ട്രാൻസ്പ്ലാന്റിനുള്ള. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കാണുമ്പോഴും അപ്പൊ വേറെ ട്രെയിനിങ് ആയിട്ടൊന്നും എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ പിന്നെ ആദ്യം നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പോലെ ഈ ഒരു കാര്യത്തിലും നമ്മൾ തന്നെ പ്രൂവ് ചെയ്യണം.
ഇൻ എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഇൻ എനി സോർട്ട് ഓഫ് ഈ അനാറ്റമി വേരി രക്തക്കുഴലിൽ ചിലപ്പോൾ ഇല്ലാണ്ട് വരാം, ചിലപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കില്ല, ചിലപ്പോൾ അടഞ്ഞതായിരിക്കാം, ചിലപ്പോൾ കിഡ്നിയുടെ ഒരു വെസലിന് പ്രശ്നമുള്ളത്. ഇതൊക്കെ നമ്മളത് കറക്റ്റ് ചെയ്ത് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ ഇൻസിഡന്റ് അല്ല, ഓരോ ഒരു ട്രാൻസ്പ്ലാന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ദാറ്റ് വിൽ ക്രിയേറ്റ് നമ്മുടെ ആ അവയർനെസ്സും നമ്മുടെ ആ കേപ്പബിലിറ്റിയും അത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ട്രാൻസ്പ്ലാന്റിലായാലും നമുക്ക് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും, പക്ഷെ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് വി ഷുഡ് കം ഔട്ട് ഓഫ് ഇറ്റ്. അതാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ സാറിന് ഓർമ്മയുണ്ടോ ദ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് യു എവർ ഡിഡ് ഓൺ യുവർ ഓൺ? ആൻഡ് അന്ന് ആ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു, ദ ഫസ്റ്റ് യൂറിൻ വന്നു, ദാറ്റ് നൈറ്റ് ഹൗ ഡിഡ് യു സ്പെൻഡ് ഇറ്റ്? അത് ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഐ ഹാവ് നോട്ട് ടോൾഡ് എനിവൺ. You can share it on Medventures. സോ ആ ഒരു ഇതെന്ന് വെച്ചപ്പോ അവിടെ നമ്മുടെ ഒരു റുട്ടീനായിട്ട് പോകുന്ന, പക്ഷെ വിവേക് പറഞ്ഞ പോലെ നമ്മളത് ചെയ്ത് അത് വരുന്നത് ദാറ്റ് ഇസ് എ മൂവ്മെന്റ്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ട്രാൻസ്പ്ലാന്റിന്റെ കുറച്ച് ചെയ്യും, കുറച്ച് വെയിൻ ചെയ്യും, ബാക്കി ഫാദർ ചെയ്യും, അങ്ങനെയാണ്. കുറെ കാലമായിട്ട് ഐ ഡു ഓൾ ദ അനസ്റ്റമോസിസ് എല്ലാം നമ്മൾ ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഇത് കഴിഞ്ഞപ്പോ അപ്പൊ നമുക്കും ഒരു ആദ്യമാണ്. വി ഹാവ് ദറ്റ് തിങ് ഇൻസൈഡ് ദറ്റ് വിൽ ഐ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ്. ബട്ട് മൈ ഫാദർ ഹി വാസ് സോ കോൺഫിഡന്റ് ദാറ്റ് യു ഡു nothing. He is there, always there, but it was a full team. അത് അപ്പൊ ചെയ്തു, വെയിനും ആർട്ടറിയും കണക്ട് ചെയ്ത് യൂറിൻ വന്ന് ഐ തിങ്ക് ഇൻ വെച്ച് കഴിഞ്ഞ് ഇൻ അറൌണ്ട് വിത്തിൻ 45 സെക്കൻഡ്സിൽ യൂറിൻ വന്നു. അതാണ് ആ ക്ലാമ്പ്, നമ്മൾ ആ ബ്ലഡ് സർക്കുലേഷൻ തിരിച്ച് കിഡ്നി വെക്കുക, അതുവരെയും നമ്മുടെ റെസിപ്പിയന്റിന്റെ അവിടത്തേക്കുള്ള രക്തോട്ടം നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ കിഡ്നി വെക്കുന്നത്. എന്നിട്ട് പിന്നെ ആ ക്ലാമ്പ് എടുക്കുമ്പോഴാണ് ഈ റീപെർഫ്യൂഷൻ കിഡ്നിയിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കും ആദ്യം കിഡ്നി, രക്തോട്ടം ഒന്നും ഇല്ലാതെ ഇരിക്കാം. ബ്ലഡ് വരുന്നതോടെ ഇറ്റ് ബിക്കംസ് ബിഗ്. അപ്പൊ ഈ കിഡ്നി എക്സ്പാൻഡ് ചെയ്ത് റെഡ് ചുമന്ന് വരും. ആ ചുമന്ന് വരുന്നത് തന്നെ അതിപ്പോ നമുക്കവിടെ സന്തോഷമുണ്ട്, അവിടെ ആ ഒരു സിറ്റുവേഷനിലല്ല നമ്മൾ നിൽക്കുന്നത്. അത് ചുമന്ന് വന്നു ഫുൾ കിഡ്നി ചുമന്ന് വരും. അപ്പൊ അതെന്ന് വെച്ചാൽ ഫുൾ കിഡ്നിയിൽ കംപ്ലീറ്റ് ബ്ലഡ് സർക്കുലേഷൻ ഈക്വൽ ആയിട്ട് പോകുക എന്നുള്ള, രക്തോട്ടം അബ്സല്യൂട്ട് നോർമൽ. അപ്പൊ അത് വരിക, ആൻഡ് വിത്തിൻ 45 സെക്കൻഡ്സ് ഈ യൂറിനും വന്നു. അപ്പൊ ഇത് അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതൊരു റുട്ടീൻ കാര്യമാണ്. അപ്പൊ കഴിഞ്ഞപ്പോൾ സ്റ്റാഫും ബാക്കി എല്ലാരും ഒരു ചെറിയ കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. അതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അതൊരു വലിയ, പക്ഷെ നമ്മളത് അങ്ങനെ വലിയ ഇതായിട്ട് എക്സ്പ്രസ് ചെയ്യോ അങ്ങനെ ഇതുമല്ല. ബട്ട് ദാറ്റ് റിമെയിൻ വിത്ത് മീ ഫോർ അറൌണ്ട് 2 years എന്ന് വെച്ചാൽ അടുത്ത കേസ് ചെയ്യുമ്പോഴും ആ ഒരു ഹാപ്പിനെസ്. അപ്പൊ തിരിച്ചു ചെന്നാലും അന്ന് രാത്രി കിടന്നു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഈ യൂറിൻ വന്നത് മാത്രമായിരുന്നു കൊണ്ടത്. അത് സ്വപ്നമാണോ, അത് ഇത് വീണ്ടും വീണ്ടും ആലോചിക്കണമാണോ, പല പ്രാവശ്യമായിട്ട് ഈ കിഡ്നി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ യൂറിൻ വരുന്നതും ആ കിഡ്നി എക്സ്പാൻഡ് ചെയ്ത ബ്ലഡ് ഫ്ലോ വരുന്നതും പിറ്റേ ദിവസം രാവിലെ വരെ ഇത് രാത്രി മുഴുവൻ ഇത് നടന്നു. ഈ നമ്മളെല്ലാവരോടും പറയാം, ബട്ട് ഇറ്റ് വാസ് ഗിവിങ് എ സോർട്ട് ഓഫ്, ഫാമിലിയോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, അതൊക്കെയല്ലേ. പക്ഷെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് ആസ് എ ഡോക്ടർ വിവേകിന് അറിയാം. ഞാനിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ there were 2 really famous spine surgeons. One was pretty senior, second has left my hospital and is now currently at Amrita. അപ്പോൾ പെട്ടെന്ന് അന്ന് രാത്രി ഒരു കേസ് വന്നു. അപ്പോൾ പേഷ്യന്റ് വന്നത് ബോസിന്റെ അടുത്താണ്. അപ്പൊ ബോസ് പറഞ്ഞു വിവേക് നാളെ ചെയ്യണം. അപ്പൊ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ആൻഡ് അപ്പോ സർജറി കഴിഞ്ഞു. അടുത്ത ദിവസം when you're looking at that patient's face, the smile he gives you, അപ്പോ then that the sense of accomplishment, like ഇത്രയും വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തു, my first case went well, ആ ഒരു മൊമെന്റ് is something which is unforgettable. അതൊരിക്കലും അതിപ്പോഴും മനസ്സിലായി. അത് ആ രാത്രി അത് കഴിഞ്ഞിട്ട് കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ദാറ്റ് ഈസ്, അത് ഹാപ്പിനെസ് കൊണ്ടാണ് എനിക്കെന്തോ. പക്ഷെ വീണ്ടും 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 ഇതാണ് വന്നോണ്ടിരുന്നത് ടിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ്. അപ്പൊ ദാറ്റ് ഈസ് ഇനഫ്. നമുക്ക് ആ കിട്ടണ ഒരു ഇത്, ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം ICU ചെല്ലുമ്പോൾ ആ പേഷ്യന്റ് ഗ്രീറ്റ് ചെയ്യുന്നു, താങ്ക് യു ഡോക്ടർ,
8 ലിറ്റർ യൂറിൻ, 8 liters of urine, 8 liters of urine after transplant. So that is something. So thank you for sharing it to us on this platform. Thank you. So now let us focus a little bit on kidney transplant. അപ്പോൾ എപ്പോഴാണ്, what are the clear indications for ഒരു patient requires kidney transplant? So after ഈ set of investigations, blood ചെയ്തു, ultrasound, CT ഇതെല്ലാം ചെയ്തു, സാറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. സാർ എങ്ങനെയാണ് ഈ ഒരു പേഷ്യനെ കണ്ട് ഓക്കെ ആൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ടെന്ന് എങ്ങനെയാണ് സാറ് ഡിസൈഡ്? ഇപ്പോൾ ഡസ് എവറി കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് പ്രീഎംപ്റ്റീവ് ആയിട്ട് ഡയാലിസിസ് ആവശ്യമുണ്ടോ?